നമസ്കാരം. അമേഠി ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന് ഒരു സംശയമില്ല, രാഹുൽ ഗാന്ധി വീണ്ടും ഈ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും. 5 വർഷം മുമ്പ് സ്മൃതി ഇറാനിയോട് തോറ്റ് മണ്ഡലം നഷ്ടപ്പെട്ടെങ്കിലും ഇത്തവണ ജയിക്കും. ഇത് ഒരു ആത്മവിശ്വാസത്തോടുകൂടി പ്രദീപ് സിംഗാൾ പറയുകയാണ്. 5ാം ഘട്ടത്തിൽ മെയ് 20-നാണ് അമേഠിയിലെ വോട്ടെടുപ്പ് എന്ന് പറയുന്നത്. ഒരു മാസത്തിലേറെ ഇനിയും സമയം ബാക്കിക്കൊണ്ട് എന്തുകൊണ്ടാണ് അമേഠിയിൽ രാഹുലിനെ സ്ഥാനാർത്ഥിയായി ഇതുവരെ പ്രഖ്യാപിക്കാത്തത്? ഏപ്രിൽ 26-ന് വയനാട്ടിലെ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ അമേഠിയിലും രാഹുലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് പ്രദീപ് സിംഗാളിൻ്റെയും സഹപ്രവർത്തകരുടെയും തീരുമാനം. ഇവർക്ക് ഇത് പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? എന്നാൽ ഇത് വെറും ഒരു ഊഹാപോഹം മാത്രമാണ് എന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത്. പ്രഖ്യാപനം വൈകുന്നതിൻ്റെ ഔദ്യോഗിക കാരണം വ്യക്തമല്ല എന്ന് പറയുമ്പോഴും ഒരു കാര്യം ഉറപ്പാണ്, അമേഠിയിൽ പത്രികാ സമർപ്പണം 2 ആഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കാനിരിക്കുമ്പോൾ എന്തായാലും രാഹുൽ ഗാന്ധി എത്തും. രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുമോ, പ്രിയങ്ക സോണിയാഗാന്ധി ഒഴിഞ്ഞ റായ്ബറേലി സീറ്റിൽ മാറ്റിവെക്കുമോ എന്നുള്ള ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല എങ്കിലും സസ്പെൻസ് തുടരുകയാണ്. വയനാട്ടിൽ സ്ഥാനാർത്ഥിയായ രാഹുൽ പാർട്ടി പറഞ്ഞാൽ അമേഠിയിലും മത്സരിക്കുമെന്ന് കഴിഞ്ഞ മാസം വ്യക്തമാക്കിയിരുന്നു. യു.പിയിൽ ഒന്നുകിൽ രാഹുലോ പ്രിയങ്കയോ മത്സരിച്ച് BJPയുമായി നേർക്കുനേർ പോരാട്ടത്തിന് തയ്യാറാകണമെന്ന് കോൺഗ്രസിൽ നിന്ന് തന്നെ ആവശ്യങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ആരെങ്കിലും ഒരാൾ നെഹ്റു കുടുംബത്തിൽ നിന്ന് യു.പിയിൽ മത്സരിക്കുമെന്ന് AK ആൻ്റണി അടക്കമുള്ളവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസ് തീരുമാനത്തിനായി കാത്തിരിക്കുന്നുവെന്ന് വേണമെങ്കിൽ പറയാം. ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ രാജ്യത്തുള്ളത് പുതിയ രാഹുൽ ഗാന്ധിയാണ് എന്നാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ. എല്ലാ പ്രതിപക്ഷ കക്ഷികളും സ്വീകാര്യനായ വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയപ്പെടുന്നു. റോബർട്ട് വധേര ആയിരിക്കില്ല യു.പിയിലെ മണ്ഡലങ്ങളിൽ മത്സരിക്കുക എന്നും അത് രാഹുലോ പ്രിയങ്കയോ തന്നെ ആയിരിക്കുമെന്നും പറയുന്നു. രാഹുൽ കേരളം വിട്ടു പോകരുത് എന്നും അദ്ദേഹം കേരളത്തിൽ തന്നെ നിൽക്കണമെന്നും അദ്ദേഹം കേരളത്തിൻ്റെ മകനാണെന്നുമൊക്കെ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പറയുന്നുവെന്ന് ആൻ്റണി പറയുന്നു. വയനാടിനെ കൂടാതെ ഉത്തർപ്രദേശിലെ അമേഠിയിലും മത്സരിക്കാൻ തയ്യാറാണെന്ന് രാഹുൽ ഗാന്ധി പാർട്ടിയെ അറിയിച്ചതായി തന്നെയാണ് പറയപ്പെടുന്നത്. 2004 മുതൽ 2019 വരെ അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി വിജയിച്ചിരുന്നു. 2019 കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോട് പരാജയപ്പെടുകയായിരുന്നു. 55,000 വോട്ടുകൾക്കായിരുന്നു രാഹുലിൻ്റെ പരാജയമെന്ന് പറയപ്പെടുന്നത്. രാഹുൽ അമേഠിയെ കൈവടിഞ്ഞെന്ന വികാരം രാഹുൽ ആരാധകർ പോലും പങ്കുവയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. മണ്ഡലത്തിന് വേണ്ടി കാര്യമായി ഒന്നും ചെയ്തില്ല എങ്കിലും മണ്ഡലത്തിൽ കൂടുതലായി അദ്ദേഹം വരണമെന്നാണ് ചില വോട്ടർമാർ പറയുന്നത്. രാഹുലായാലും ഏത് നേതാവായാലും വെറുതെ പത്രികയും സമർപ്പിച്ച ആളുകളെ കയ്യും വീശി കാണിച്ച് പോയാൽ വോട്ട് കിട്ടില്ല എന്ന് മറന്നു പോകരുത്. അക്കാലമൊക്കെ പോയി. അമേഠിയിലെ ചില നേതാക്കളടക്കം ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. 80 ലോക്സഭാ സീറ്റുള്ള ഉത്തർപ്രദേശിലെ കോൺഗ്രസിന് വലിയ നിലയിൽ സ്വാധീനശേഷിയുള്ള 2 മണ്ഡലങ്ങളാണ് അമേഠിയും റായ്ബറേലിയും. പരമ്പരാഗതമായി ഗാന്ധി കുടുംബത്തിലുള്ളവരെ വിജയിപ്പിക്കുന്ന മണ്ഡലം. പക്ഷേ രാഹുലിന് 2019 അപ്രതീക്ഷിതമായിട്ടുള്ള തോൽവി പിണയുന്നു. സോണിയാഗാന്ധി റായ്ബറേലിൽ 1.5 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു.പിയിൽ കോൺഗ്രസിന് കിട്ടിയ ഒരൊറ്റ സീറ്റായിരുന്നു റായ്ബറേലിയിൽ സോണിയാഗാന്ധിയുടേത്. വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി പത്രിക സമർപ്പിച്ചിരുന്നു. ഇനി 15-ാം തീയതി ആയിരിക്കും രാഹുൽ മണ്ഡലത്തിൽ തിരിച്ചെത്തുക. അതിനുശേഷം 7 ദിവസം മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി സജീവ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അമേഠി പോലൊരു മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയേണ്ട കാര്യം എന്താണ്? കാരണം റോബർട്ട് വധേരയെ പോലൊരു കള്ളൻ, റോബർട്ട് വധേരയെ പോലുള്ള ഒരു ഭൂമാഫിയുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന അഴിമതിക്കാരനായ ഒരു വ്യക്തിയെ, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിനെ, രാഹുൽ ഗാന്ധിയുടെ അളിയനെ ആ അമേഠിയിൽ മത്സരിക്കേണ്ടി വരുന്ന ഗതികേടിനെക്കുറിച്ച് കോൺഗ്രസ്സുകാർ ഓർക്കുന്നത് കൊണ്ടാണ് ഏത് വിധേനയെങ്കിലും തോറ്റാലും കുഴപ്പമില്ല അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ മതി എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഏപ്രിൽ 26-ന് കേരളത്തിലെ വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിന് മുന്നോടിയായിട്ടോ അല്ലെങ്കിൽ 15 ദിവസങ്ങൾ ഇനിയും ബാക്കിയിരിപ്പുണ്ട്, അതിനുള്ളിൽ തന്നെയായിരിക്കും അമേഠിയിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ രാഹുൽ ഗാന്ധി പോവുക. രാഹുലിനും പ്രിയങ്കയ്ക്കും മാത്രമായി അമേഠിയും റായ്ബറേലിയും മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ തന്നെയാണ് കോൺഗ്രസ് നൽകുന്നത്. അതായത് കോൺഗ്രസിൽ നിന്ന് അഴിമതി വീരനായിട്ടുള്ള റോബർട്ട് വധേരയെ പോലുള്ളവർ അമേഠിയും റായ്ബറേലിയും മത്സരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയാൽ അതിനെ ഇനിയും ജീവിച്ചിരിക്കുന്ന ബാക്കി കോൺഗ്രസ്സുകാർ വളരെ നിശ്ചിതമായി വിമർശിക്കുകയും അതിനെതിരെ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുമെന്നുള്ള സൂചനയാണ്. തോറ്റാലും കുഴപ്പമില്ല, അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കട്ടെ, റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കട്ടെ എന്ന് കോൺഗ്രസ്സുകാർ തീരുമാനിക്കുന്നത്. എന്തായാലും അമേഠിയിലും റായ്ബറേലിയിലും പ്രിയങ്ക ഗാന്ധിയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും തന്നെ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അഴിമതിക്കാരനായ റോബർട്ട് വധേരയെ വെട്ടിമാറ്റുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. അതിന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വശംവദരാകേണ്ടി വരുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല.